ഹായ് ഓൾ, വരാൻ പോകുന്ന ലബോറട്ടറി അസിസ്റ്റന്റ് സെയിൽസ്മാന് 12th മെയിൻസ് എക്സാമുകൾ, ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ പരീക്ഷകളിലേക്കുള്ള ഒരു കറണ്ട് അഫയേഴ്സ് സീരീസ് ആണ്. ഇതിൻ്റെ ആദ്യ 3 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. സോ അതിൻ്റെ 4ാമത്തെ പാർട്ടാണിത്. നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയല്ല, റീസെൻ്റ് ആയിട്ട് പല പരീക്ഷകളിലായിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്ലസ് അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് ഈ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. അതുകൊണ്ട് അവർ നിർബന്ധമായിട്ടും ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മുടെ 4ാമത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന എക്സാം എല്ലാം റീസെൻ്റ്ലി നടന്നിരുന്നു. അപ്പോൾ അതിലൊക്കെ ചോദിച്ച കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട 10th മെയിൻസ് എക്സാം ആണ് ലബോറട്ടറി അസിസ്റ്റൻറ്റ്. സോ ആ എക്സാം എഴുതുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു സ്പെക്ട്രം. സോ നമ്മൾ 4ാമത്തെ പാർട്ടിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യ ചോദ്യം എന്താണ്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? അപ്പോൾ നമ്മുടെ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു സാഹിത്യ പുരസ്കാരമാണ്. കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ലയാണ്. ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡുകാരനാണ്. ആദ്യമായിട്ടാണ് ഒരു ഛത്തീസ്ഗഡുകാരൻ എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം 59ാമത് ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയാണ്. അതുപോലെ 12ാമത്തെ വ്യക്തി, ഓക്കെ, ഹിന്ദി എഴുത്തുകാരൻ, ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ വിനോദ് കുമാർ ശുക്ല. ഇതില് സൂര്യബാല എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവര് 34ാമത് വ്യാസ സമ്മാൻ ജേതാവാണ്. വ്യാസ സമ്മാൻ ജേതാവ് 2024 34ാമത് വ്യാസ സമ്മാൻ ജേതാവാണ് സൂര്യബാല എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സരസ്വതി സമ്മാൻ 2024 എന്ന് പറയുന്നത്, സരസ്വതി സമ്മാൻ 2024 ലഭിച്ചത് ആർക്കാണ്? സാധു ഭദ്രേഷ് ദാസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ഓക്കെ, അതിന്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു പേരുണ്ട്, മഹോപാധ്യായ് സാധു ഭദ്രേഷ് ദാസ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. അപ്പോൾ 2024 സരസ്വതി സമ്മാൻ ലഭിക്കുന്നത് സാധു ഭദ്രേഷ് ദാസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് സരസ്വതി സമ്മാൻ 2024 ലഭിക്കുന്നത്. ഇനി ബാനു മുഷ്താഖ് എന്ന് പറയുന്നത് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, സോ 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ബാനു മുഷ്താഖ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല, ആദ്യ ഛത്തീസ്ഗഡുകാരൻ, 12ാമത്തെ ഹിന്ദി എഴുത്തുകാരൻ. പിന്നെ സൂര്യബാല എന്ന് പറഞ്ഞാൽ 34ാമത് വ്യാസ സമ്മാൻ ജേതാവാണ്. ഇനി സരസ്വതി സമ്മാൻ 2024, അതായത് 34ാമത്തെ സരസ്വതി സമ്മാൻ ലഭിച്ചത് സാധു ഭദ്രേഷ് ദാസ് ആണ്. ബാനു മുഷ്താഖ് എന്ന് പറയുന്നത് 2025 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാര ജേതാവാണ്. ഓക്കെ, ദീപ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഈ ബാനു മുഷ്താഖിന്റെ ആ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 ലഭിച്ച വ്യക്തിയാണ് ബാനു മുഷ്താഖ്. അതുപോലെ തന്നെ നമ്മുടെ ഉപമന്യു ചാറ്റർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്യാഷ് പ്രൈസ് ലഭിക്കുന്ന സാഹിത്യ പുരസ്കാരമാണ് JCB പുരസ്കാരം. സോ JCB പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജിക്കാണ്. അപ്പോൾ ദേശീയ തലത്തിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക, ഇതും കൂടെ പഠിക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത്, ഹിമാനികളുടെ സംരക്ഷണം 2024 ഏത് പ്രധാന ദിവസത്തിന്റെ പ്രമേയമാണ്? ഇപ്പൊ ഹിമാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിന്റെ ഒരു രൂപമാണ് അല്ലെ. ജലം ഖരാവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ഐസ് അല്ലെങ്കിൽ ഹിമാനി ആയിട്ട് മാറുന്നത് അല്ലെ. സോ ലോക ജലദിനത്തിന്റെ പ്രമേയമാണ് 2024 25 കേട്ടോ, സോറി 2025
ലോക ജലദിനത്തിന്റെ പ്രമേയമാണ് ഹിമാനികളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. 2025 ലോക ജലദിനത്തിന്റെ ആ ഒരു പ്രമേയമാണ് ഹിമാനികളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങൾ നോക്കി വെക്കാം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ആണ്. അതിന്റെ തീം എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ലോക തണ്ണീർത്തട ദിനത്തിന്റെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും തണ്ണീർത്തട ദിനത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. സോ ഈ കൊടുത്തതെല്ലാം 2025 ദിനങ്ങളുടെ പ്രത്യേക ദിനങ്ങളുടെ പ്രമേയങ്ങളാണ്. സോ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം, പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് തീം. ഇനി മാർച്ച് 21 ലോക വനദിനം, ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. വളരെ സിമ്പിൾ ആണ്. വനങ്ങളും ഭക്ഷണവും എന്ന് പറയുന്ന തീമാണ്. വനങ്ങളും ഭക്ഷണവും. പിന്നെ മാർച്ച് 22 ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക എന്നുള്ളതാണ് തീം എന്ന് പറയുന്നത്. അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. പ്രധാനമായിട്ടും വനദിനം, തണ്ണീർത്തട ദിനം, ലോക ജലദിനം, അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ലോക കാലാവസ്ഥാ ദിനം എന്നാണ് ചോദിക്കാറുണ്ട്, അല്ലാതെ അതിന്റെ പ്രമേയത്തെ കുറിച്ചൊന്നും മുൻപൊന്നും ചോദിച്ചിട്ടില്ല. ഇനി ലോക ആരോഗ്യ ദിനം എന്നാണ്, ഏപ്രിൽ 7 ആണ്. അതിന്റെ തീം എന്താണ്? ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ, അല്ലെ? പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നുള്ളതാണ് തീം എന്ന് പറയുന്നത്. പിന്നെ നല്ല തുടക്കം, ഹെൽത്തി ബിഗിനിങ്സ്, നല്ല തുടക്കം, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഇനി ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. അവർ പവർ അവർ പ്ലാനറ്റ്, അതായത് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഓക്കെ, അവർ പവർ അവർ പ്ലാനറ്റ്. അതുപോലെ തന്നെ നമ്മുടെ റീസെന്റ് ആയിട്ട് ഡിഗ്രി പ്രിലിംസിനാണെന്ന് തോന്നുന്നു മനുഷ്യാവകാശ ദിനം 2024 തീം ചോദിച്ചിരുന്നു. അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തീമാണ്, അല്ലെ? അവർ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു തീമാണ്. നിങ്ങൾ അതുകൂടെ നോക്കി വെക്കുക കേട്ടോ. സോ 2025 പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ, ഇപ്പൊ പരിസ്ഥിതി ദിനം കഴിഞ്ഞിരുന്നു, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് തീം. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട ദിവസങ്ങൾ, പ്രധാനമായിട്ടും മുൻപ് ചോദിച്ചിട്ടുള്ളത് തണ്ണീർത്തടം ചോദിച്ചിട്ടുണ്ട്, ലോക ആരോഗ്യ ദിനം ചോദിച്ചിട്ടുണ്ട്, വനദിനം ഇമ്പോർട്ടന്റ് ആണ്, ലോക ജലദിനം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്തത്, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിന് നൽകുന്നതിനായിട്ട് വിഭാവനം ചെയ്ത പദ്ധതിയാണ് കെ ഹോം. ഇത് 2025 ഫെബ്രുവരി 7 അവതരിപ്പിച്ചിട്ടുള്ള കേരള ബജറ്റിൽ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിന് നൽകുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് കെ ഹോം എന്ന് പറയുന്നത് കേട്ടോ. 2025 ഫെബ്രുവരി 7 KN ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ബജറ്റിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് കെ ഹോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വരുണ. ഇന്ത്യയും ഏത് രാജ്യമാണ്? ഫ്രാൻസും. ഓക്കെ, റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള 2025 മാത്രമല്ല മുൻപും നടക്കാറുണ്ട്. വരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ പ്രധാന നാവിക അഭ്യാസമാണ് കേട്ടോ. നേവി എക്സസൈസ് ആണ്. അത് മുൻപും നടക്കാറുണ്ട്. അപ്പൊ ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് വരുണ എന്ന് പറയുന്ന ആ ഒരു നാവിക അഭ്യാസം നടക്കാറ്. ഓക്കെ, ഇനി UNST പുറത്തിറക്കിയ 2025 ലോക സന്തോഷ സൂചിക പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118 ആണ് കേട്ടോ. ഏറ്റവും 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. 2024 ഇന്ത്യയുടെ സ്ഥാനം 126 ആയിരുന്നു. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മതി, അതുകൊണ്ട് ഇത് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ 2025 ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. ഫസ്റ്റ് അറിയാലോ, ഫിൻലൻഡ് ആണ് ഫസ്റ്റ്. ഓക്കെ, സന്തോഷ സൂചിക പട്ടികയില് ഫസ്റ്റ് ഫിൻലൻഡ് ആണ്. ഇനി ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 118 റാങ്ക് ആണ്. അപ്പോൾ UNST പുറത്തിറക്കിയ 2025 ലോക സന്തോഷ സൂചിക പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. ഫസ്റ്റ് ഫിൻലൻഡ് ആണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 126 ആയിരുന്നു. അപ്പോൾ 2025 മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ്. സോ ഫെബ്രുവരിയിൽ പുറത്തിറക്കിയിട്ടുള്ള ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിലെ റാങ്ക് എത്രയാണ്? 80 ആണ്. സിംഗപ്പൂർ ആണ് ഫസ്റ്റ്. ഈ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇങ്ങനെ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും, ഫിഫ റാങ്കിങ് പോലെയൊക്കെ. കാരണം ഇത് എന്താണ് ഏറ്റവും ശക്തമായുള്ള പാസ്പോർട്ട്, അതായത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ സന്ദർശിക്കാൻ കഴിയുക,
അതാണ് ഈ പാസ്പോർട്ടിന്റെ ഈ ഒരു ഇൻഡെക്സിന്റെ ക്രൈറ്റീരിയ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ള ഫിഫ റാങ്കിങ് പോലെയൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ 85 കണ്ടിട്ടുണ്ടാവും. ജനുവരിയിലെ ഇൻഡെക്സ് പ്രകാരം 85 ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വേറെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് മാസത്തെ ആയിരുന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് സിംഗപ്പൂർ ഫസ്റ്റ് ആണ്, ഇന്ത്യ 80ാമതാണ്. ഇത് ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടാണ് കേട്ടോ. ഇനി പത്രസ്വാതന്ത്ര്യ സൂചിക, ഇതും 2025 ഇൻഡെക്സ് ആണ്. ഓക്കെ, സോ ആദ്യത്തെ രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം എന്നാണ് 2025 ഇൻഡെക്സ് ആണ് കേട്ടോ. സോ പത്രസ്വാതന്ത്ര്യ സൂചിക ഇന്ത്യ 151 സ്ഥാനം, നോർവേ ആണ് ഫസ്റ്റ്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ് ഇത് പുറത്തിറക്കുന്നത്. സോ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ് പത്രസ്വാതന്ത്ര്യ സൂചിക പുറത്തിറക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 151, നോർവേ ഫസ്റ്റ്. ദെൻ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് ഇത് 2024 സോ അതിൽ ഇന്ത്യയുടെ സ്ഥാനം 105, സൊമാലിയാണ് ഫസ്റ്റ്. ലോക ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105, സൊമാലിയാണ് ഫസ്റ്റ്. പിന്നെ ലോക സമാധാന സൂചിക IEP എന്ന് പറഞ്ഞ സംഘടന പുറത്തിറക്കുന്ന ലോക സമാധാന സൂചികയുടെ ആ ഒരു പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116, ഐസ്ലാൻഡ് ആണ് ഫസ്റ്റ്. അപ്പൊ മാറിപ്പോവരുത്. 118 എന്താണ്? ലോക സന്തോഷ സൂചികയാണ്, ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. 116 ഏത്? അത് പീസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, പീസ് ഇൻഡെക്സ് ആണ് 116 പീസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അതിൽ ഐസ്ലൻഡ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. സന്തോഷ സൂചികയിൽ ഫിൻലൻഡ് ആണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ആദ്യത്തെ രണ്ടെണ്ണം 2025 ഇൻഡെക്സ് ആണ്, 2024 ഇൻഡെക്സ് ആണ് അടുത്ത രണ്ടെണ്ണം. സോ അതിന്റെ ഇൻഡെക്സ് ഇനി വരുന്നേ ഉള്ളൂ. ഒരു ഒക്ടോബർ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് പുറത്തു വരിക, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആയിട്ട്. സോ അതുകൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഡെക്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2025 24 ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ഒരു ഇന്ത്യയുടെ നമ്പർ ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ഐസ്ലാൻഡ് നമ്മുടെ വേൾഡ് പീസ് ഇൻഡെക്സിലെയും വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെയും ഫസ്റ്റ് ഉള്ള രാജ്യം കൂടി നോക്കി വെക്കുക. ഇനി ഇത് പല എക്സാമിൽ സെക്രട്ടേറിയറ്റ് എക്സാമിലൊക്കെ ചോദിച്ച ചോദ്യമായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? അത് നിർമ്മല സീതാരാമനാണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ മൊറാർജി ദേശായി ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ്, 10 തവണ. ഓക്കെ, പക്ഷെ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ടല്ല ഈ 10 ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നിർമ്മല സീതാരാമൻ കണ്ടിന്യൂസ് ആയിട്ട് 8 ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. സോ അവർ കറന്റ് ഇപ്പോഴും ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ഇപ്പോൾ പുതിയ മോദി ഗവൺമെന്റിൽ ഇനിയും ഇടക്കാല ബജറ്റ് അടക്കം ഇനിയും ബജറ്റുകൾ വരാനുണ്ട്. നിർമ്മല സീതാരാമൻ ഈ പദവിയിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടേം കഴിയുന്നതോട് കൂടിയിട്ട് നിർമ്മല സീതാരാമൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയായിട്ട് മാറും, അവര് 5 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ. ഓക്കെ, കറന്റ് മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് അതാരാണ്? അത് മൊറാർജി ദേശായി ആണ്. എന്നാൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് ആരാണ്? അത് നിർമ്മല സീതാരാമനാണ്. അതാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. തുടർച്ചയായിട്ട് നിർമ്മല സീതാരാമൻ, ഏറ്റവും കൂടുതൽ ആരാണ്? മൊറാർജി ദേശായി. 2025 ഓസ്കാർ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ ചിത്രമാണ് അനോറ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം അത് ഓപ്പൺ ഹെയ്മർ ആയിരുന്നു. 2024 അതേത് ചിത്രമായിരുന്നു? ഓപ്പൺ ഹെയ്മർ ആയിരുന്നു. 2025 ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ ചിത്രമാണ് അനോറ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. മികച്ച ചിത്രം അനോറയായിരുന്നു. അതുപോലെ തന്നെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനോറയിലെ അഭിനയത്തിന് മൈക്കി മാഡിസൺ ആയിരുന്നു. അപ്പോൾ മികച്ച ചിത്രം അനോറയാണ്. അതിന്റെ സംവിധായകൻ ആരാണ്? സീൻ ബേക്കർ ആണ്. ആ സംവിധായകൻ എന്ത് ലഭിച്ചിട്ടുണ്ട്? മികച്ച സംവിധായകൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഓസ്കാർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മികച്ച ചിത്രം, മികച്ച നടി, മികച്ച സംവിധായകൻ തുടങ്ങിയ പ്രധാനപ്പെട്ട അവാർഡുകൾ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? അനോറ എന്ന് പറയുന്ന ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച നടി മൈക്കി മാഡിസൺ. മികച്ച നടൻ ആരാണ്? അഡ്രിയാൻ ബ്രോഡി. മികച്ച നടൻ ആരാണ്? അഡ്രിയാൻ ബ്രോഡി. ചിത്രത്തിന്റെ പേരാണ് ദി ബ്രൂട്ടലിസ്റ്റ്. ബ്രോഡി ബ്രൂട്ടലിസ്റ്റ്. സോ അഡ്രിയാൻ ബ്രോഡി ആണ് മികച്ച നടൻ. ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. അതുപോലെ മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ്. മികച്ച ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് റോബോട്ട് എന്നതാണ്.
ഇനി മികച്ച ഡോക്യുമെന്ററി ചിത്രം ഏതാണ്? നോ അതർലാൻഡ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ചോദിക്കാറുള്ള കുറച്ച് കാറ്റഗറീസ് ആണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ, മികച്ച ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് റോബോട്ട്, മികച്ച ഡോക്യുമെന്റ് ചിത്രം നോ അതർലാൻഡ്. ഈ മികച്ച ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു ഇന്ത്യൻ ചിത്രം മത്സരിച്ചിരുന്നു. ആ ചിത്രത്തിന്റെ പേരാണ് അനൂജ എന്ന് പറയുന്നത് കേട്ടോ. അനൂജ ഒരു ഇന്ത്യൻ ചിത്രമാണ്. ആദം ജെ ഗ്രേവ്സ് എന്ന് പറയുന്ന സംവിധായകൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് അനുജ എന്ന് പറയുന്നത്. സോ പക്ഷേ അവാർഡ് ലഭിച്ചില്ല. അതുകൂടെ ഓർത്തിരിക്കുക. അനുജ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഈ ഓസ്കാറിന് വേണ്ടി മത്സരിച്ചിരുന്നു. ഓക്കെ, സോ അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. പിന്നെ ലപ്പാട്ട ലേഡീസ് ആയിരുന്നു ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഈ ഒരു ഓസ്കാറിലേക്കുള്ളത്. സോ അവാർഡൊന്നും ലഭിച്ചില്ല. മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് ബ്രസീൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രത്തിനാണ്. അപ്പോൾ അനോറക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഓസ്കാർ ചടങ്ങിൽ അനോറക്കാണ് ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മികച്ച നടി, മികച്ച ചിത്രം, മികച്ച സംവിധായകൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട അവാർഡുകൾ അവർ നേടിയിട്ടുണ്ട്. ബഹിരാകാശത്ത് മാരത്തൺ നടത്തിയ ആദ്യ വ്യക്തി ആരാണ്? അത് സുനിത വില്യംസ് ആണ്. ഓക്കെ, ബഹിരാകാശത്ത് മാരത്തൺ നടത്തിയ ആദ്യ വ്യക്തി ആരാണ്? സുനിത വില്യംസ് ആണ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത സുനിത വില്യംസ് ആണ്. 9 തവണയായിട്ട് സഞ്ചരിച്ചത് 62 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ബഹിരാകാശത്ത് മാരത്തൺ നടത്തിയ ആദ്യ വ്യക്തി സുനിത വില്യംസ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആരാണ്? സുനിത വില്യംസ് ആണ്. 9 തവണയായിട്ട് 62 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. മറികടന്നത് നാസയുടെ പെഗ്ഗി വിറ്റ്സൺ. ഈ പെഗ്ഗി വിറ്റ്സണുമായി ബന്ധപ്പെട്ട അടുത്തൊരു എക്സാമിൽ ചോദ്യം വന്നിരുന്നു. സെക്രട്ടേറിയറ്റ് ഓയിൽ 675 ദിവസം ബഹിരാകാശത്ത് താമസിച്ച വ്യക്തി അല്ലെ, പെഗ്ഗി വിറ്റ്സൺ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചൊരു ചോദ്യം വന്നിരുന്നു. റെക്കോർഡ് ആ ഒരു പെഗ്ഗി വിറ്റ്സണിന്റെ റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത്. മറ്റ് റെക്കോർഡുകളാണ് ബഹിരാകാശത്ത് മാരത്തൺ നടത്തിയ ആദ്യ വ്യക്തി, ബഹിരാകാശത്ത് ആദ്യമായി ട്രയാത്ലൻ നടത്തി. അപ്പോൾ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്നത് സുനിത വില്യംസ് ആണ്. അതുപോലെ തന്നെ ബഹിരാകാശത്ത് മാരത്തൺ നടത്തിയ ആദ്യ വ്യക്തി, ബഹിരാകാശത്ത് ആദ്യമായിട്ട് ട്രയാത്ലൻ നടത്തിയ വ്യക്തി കൂടിയാണ് ആര്? സുനിത വില്യംസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് അല്ലെ. UCC നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ, അല്ലെങ്കിൽ UCC പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഏതാണ്? അത് ഉത്തരാഖണ്ഡ് ആണ്. 2025 ജാനുവരി 27-നാണ് ഉത്തരാഖണ്ഡ് നിയമസഭ ഇത് പാസ്സാക്കുന്നത് കേട്ടോ. 2025 ജാനുവരി 27-നാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം ഇത് നടപ്പാക്കുന്നത്. ആദ്യ സ്റ്റേറ്റ് ആയതുകൊണ്ട് ആ ഡേറ്റ് ഓർത്തിരിക്കുക. യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2025 ജനുവരി 27-നാണ് ഉത്തരാഖണ്ഡ് നിയമസഭ ഈ ഒരു നിയമം പാസ്സാക്കിയത്. ഓക്കെ ആണല്ലോ. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്ലെ. കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു അല്ലെ. ഉത്തർപ്രദേശുകാരനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. അദ്ദേഹം ഇപ്പോ ബീഹാറിന്റെ ഗവർണറാണ് കേട്ടോ. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ബീഹാറിന്റെ ഗവർണറാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അപ്പൊ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട പദവികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അതുകൂടി കാണുവാണെങ്കിൽ നല്ലതാണ്. ഒരു പദവികളെ കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള പദവികളെ കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു കേരളത്തിന്റെ മുൻപത്തെ ഗവർണർ. അദ്ദേഹം ഇപ്പോൾ ബീഹാറിന്റെ ഗവർണറാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ എപ്പിസോഡുകളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് അത് പറഞ്ഞല്ലോ, മാക്സിമം കണക്റ്റഡ് പോയിന്റ്സുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ മറ്റു പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഒരു സീരീസ് ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട്. ഇനിയും ആ ഒരു സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റുള്ള പ്രധാനപ്പെട്ട PYQs നോക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ എക്സാം എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.